അതിരപ്പള്ളിയിലെ കാട്ടാനാക്രമണത്തിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. അതിരപ്പള്ളിയിൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ ആചരിക്കുന്നത്. സംയുക്ത കക്ഷി ഹർത്താലാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഹർത്താലിൽ പങ്കെടുക്കുന്നു. വിവരങ്ങളുമായി അഞ്ജലി ശ്രീജിതരാജ് അതിരപ്പള്ളിയിൽ നിന്നും തത്സമയം നമുക്കൊപ്പമുണ്ട്. അഞ്ജലി, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് പോകുന്ന വഴിയിൽ ആന വല്ലതും കണ്ടോ? എന്താണ് ഇവിടുത്തെ അവസ്ഥ? 3 മരണമാണ് 48 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തത്. ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. അതിൽ സതീഷിൻ്റെയും അംബികയുടെയും മരണത്തിൽ ആദ്യം ചില സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ അതും സ്ഥിരീകരിച്ചിരുന്നു. 5 ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കുമെന്ന് പറയുന്നു. വനം വകുപ്പിനെതിരെയാണോ ഈ സംയുക്ത കക്ഷികളുടെ ഹർത്താൽ? മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഇവിടെ ആതിരപ്പള്ളി പഞ്ചായത്ത് പരിധിയിൽ ഹർത്താൽ ആചരിച്ചിട്ടുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഹർത്താലിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ ഇവിടെ റോഡ് തടഞ്ഞുകൊണ്ടുള്ള ഹർത്താലാണുള്ളത്. കാരണം വാഹനങ്ങളെ ഒന്നും അപ്പുറത്തേക്ക് കടത്തിവിടുന്നില്ല. ഈ വെറ്റിലപ്പാറയ്ക്ക് സമീപത്താണ് ഈ ഹർത്താലിനുമായി ബന്ധപ്പെട്ട് ഈ സമരക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വിനോദസഞ്ചാരികളെ അടക്കം അവിടേക്ക് കടത്തിവിടുന്നില്ല. കാരണം അത്രമാത്രം വലിയ രീതിയിലൊരു പ്രതിഷേധമാണ് ഇവിടെ കാണുന്നത്. 2 ദിവസത്തിനിടെ 3 പേരാണ് ഇവിടെ കാട്ടാന ആക്രമണത്തിന് ഇരയായിട്ടുള്ളത്. ഈ സതീഷിന്റെ മരണം തന്നെ ആദ്യഘട്ടത്തിൽ കാട്ടാന ആക്രമണമാണെന്ന് കണ്ടുനിന്നവർ വരെ, അതായത് കൂടെ പോയവർ വരെ വ്യക്തമാക്കിയിട്ടും അത് സ്ഥിരീകരിക്കാൻ വനംവകുപ്പ് തയ്യാറായിരുന്നില്ല. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ വാരിയലിന് ക്ഷതമേറ്റിട്ടാണ് കാട്ടാനയുടെ ആക്രമണം തന്നെയാണ് മരണത്തിന് കാരണമെന്ന് വ്യക്തമായത്. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഇന്നലെ തന്നെ കണ്ടതാണ്. ഇന്നും ആ രീതിയിൽ റോഡ് തടഞ്ഞുകൊണ്ടുള്ള, അതായത് യാത്രക്കാരെ ഈ ആവശ്യഘട്ടത്തിനുമായി അത്യാവശ്യത്തിനായി പോകുന്ന യാത്രക്കാരൊഴിച്ച് മറ്റാരെയും അവിടേക്ക് പുറത്തേക്ക് കടത്തിവിടുന്നില്ല. ഇവിടെ തടയുകയാണ്. രാവിലെ 6 മണി മുതൽ ഹർത്താൽ ആരംഭിച്ചു. എങ്ങനെയാണ് എല്ലാ യാത്രക്കാരും ഇങ്ങോട്ടേക്ക് എത്തുന്നവരൊക്കെ എന്താണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്? നമ്മൾ ഇന്നലെ തന്നെ നമ്മളിത് ഹർത്താൽ അനൗൺസ് ചെയ്തായിരുന്നു. 3 മരണം, വളരെ ഭയാനകമായ 3 മരണമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ സർവകക്ഷി എന്നുള്ള നിലയിൽ മറ്റു യാത്രക്കാർക്കും പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലാകുന്ന നിലയിൽ ഇന്നലെ നമ്മൾ അനൗൺസ് ചെയ്തതാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഒട്ടും തന്നെ ജീവിക്കാൻ പറ്റില്ല. അത്രമാത്രം ഭീതിജനകമായിട്ടാണ് ഞങ്ങളോട് ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നാടിൻ്റെ ഒരു പൊതു ആവശ്യം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ വലിയൊരു പ്രതിഷേധമാണ് ഇതിൻ്റെ ഭാഗം. അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അടിയന്തരമായ ഗവൺമെൻറ് ഇടപെടേണ്ട ഒരു കാര്യം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുകയാണ്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന എല്ലാ ടൂറിസ്റ്റുകളോടും വളരെ സമാധാനപരമായ നാടിൻ്റെ ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഒരു ജീവൻ്റെ പ്രശ്നം എന്നുള്ള നിലയിൽ ഞങ്ങളത് പറഞ്ഞു മനസ്സിലാക്കുകയാണ്. അത് അവരെല്ലാവരും സഹകരിക്കുകയാണ്, എൻ്റെ കൂടെ നിൽക്കുകയാണ്. RRT സംവിധാനം ഇവിടെ ശക്തമല്ലെന്നാണോ പറയുന്നത്? ഇവിടെ ശക്തമല്ല. വനവകുപ്പ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് എല്ലാവരുടെയും വിഷയമാണ്. ഏതെങ്കിലും ഒരു കക്ഷിയുടെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ അല്ല, ഈ നാടിന്റെ മൊത്തത്തിലൊരു വിഷയമാണ്. ചാലക്കുടി മേഖലയിൽ ഇത് വളരെ ഭീതികരമായിട്ടാണ് ഇതിപ്പോൾ അവിടെ കുടുങ്ങിയ ഈ വിനോദസഞ്ചാരികളുടെ അവസ്ഥ എന്തായിരിക്കും അഞ്ജലി? വിനോദസഞ്ചാരികളുമായിട്ട് വരുന്ന സ്വകാര്യ വാഹനങ്ങൾ അവർ കടത്തിവിടുമോ? വെടിവെച്ചു കൊല്ലണം എന്നുള്ള അഭിപ്രായം കൂടി ഞങ്ങൾക്കുണ്ട്. അരുൺകുമാർ, വിനോദസഞ്ചാരത്തിനായി എത്തുന്നവരെ, അതായത് നമുക്കറിയാം ആതിരപ്പള്ളി വിനോദസഞ്ചാര മേഖലയാണ്. കൂടുതൽ യാത്രക്കാരും കൂടുതൽ സഞ്ചാരികളും ഇപ്പോൾ ഒന്നാമത് അവധിക്കാലമാണ്. പക്ഷേ അവരെ ഒന്നും ഇവിടേക്ക് കടത്തിവിടുന്നില്ല. അവരോടെല്ലാം കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചുവിടുക തന്നെയാണ് ചെയ്യുന്നത്. വൈകിട്ട് 6 മണി വരെ ഇതേ സ്ഥിതിയിൽ ഈ പ്രതിഷേധവും കൂടാതെ വാഹനങ്ങൾ തടഞ്ഞും ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇത്തരത്തിൽ തന്നെയാണ് വിനോദസഞ്ചാരികളെ അടക്കം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ്. കാരണം അത്രമാത്രം പ്രതിഷേധമാണ്, വലിയ അഞ്ജലിയാണ് വിവരങ്ങൾ നൽകുന്നത്. അതിരപ്പള്ളിയിൽ നിന്നും ആനയുടെ സാന്നിധ്യം അവിടെ കൂടുതലാണ്. പ്രത്യേകിച്ച് അതിരപ്പള്ളി മലക്കപ്പാറ മേഖലയിൽ. മലക്കപ്പാറയിലാണ് സെബാസ്റ്റ്യൻ മരിച്ചത്. അതിരപ്പള്ളിയിലാണ് സതീഷിനും അംബികയും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. 48 മണിക്കൂറിനുള്ളിൽ 3 ജീവനാണ് അവിടെ പൊലിഞ്ഞുപോയത്. സ്വാഭാവികമായും പ്രതികരണവും പ്രതിഷേധവും ഉണ്ടാവും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 3 മരണവും നടന്നിരിക്കുന്നത് ജനവാസ മേഖലയിലല്ല. 3ഉം കാടിനുള്ളിൽ വെച്ചാണ് നടന്നിരിക്കുന്നത്. കാട്ടിനുള്ളിൽ ആന വരരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അവിടെ കുറച്ചുകൂടി RRT സംവിധാനങ്ങളൊക്കെ ശക്തമാകണം, വനംവകുപ്പിൻ്റെ കൂടുതൽ ജാഗ്രത വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഹർത്താൽ നടത്തുന്ന വിവിധ കക്ഷികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPM അടക്കമാണ് ഹർത്താലിൽ പങ്കുചേർന്നിരിക്കുന്നത്.